Good afternoon, sir. Sir. Akida, good afternoon. Good afternoon, sir. Okay, Vaishnavi, good afternoon. Good afternoon, sir. Good afternoon, sir. Sir. Yes, Sanju, good afternoon. Good afternoon, sir. Yes, Sanju, Ashmi, good afternoon. Good afternoon, sir. Okay, Satina, good afternoon. Surya, Good afternoon, sir. Prayer പാടാനായില്ലേ? Good afternoon, sir. Prayer Sanju, പാടാനായില്ലേ? Prayer. Prayer ചൊല്ലാനായില്ലേ ടൈം? Yes. ആരാണ് ഇന്നത്തെ ആള്? ഞാൻ പാടട്ടെ ബുഷിറ. യെസ്, തകർക്കും. അതാണ് ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലേ? ഓക്കെ അല്ലേ? നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരണമേ ദയാനിധേ. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയോ മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയോ മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. താങ്ക് യു സാർ. ഓക്കെ, ഈ അടുത്ത ആരാണ് സൈനിങ് ഓൺ? നല്ല പാട്ടായിരുന്നു കേട്ടോ. ലാഹൻ കെട്ടി, വെരി ഗുഡ്. നല്ല ലാളിത്യമുള്ള പാട്ടായിരുന്നു. യെസ്. സൈനിങ് ഓൺ ആരാണ്? ഇല്ല. തോട്ട് ഓഫ് ദി ഡേ. സർ, ഞാനാണ്. പറഞ്ഞോളൂ. സർ, സൈൻ ഇൻ പറയാൻ ആള് വന്നു. ഒന്നാ ആൻസിയാണോ? ആൻസിയാണോ? സൈൻ ഇൻ ഞാനല്ല, ഞാൻ തോട്ടാണ് പറയുന്നത്. അപ്പോ അഞ്ചുമോളാണോ? എന്നാ തോട്ടം പറഞ്ഞു. സൈനിങ്ങിന്റെ ആള് വന്നിട്ടില്ലാന്ന് തോന്നുന്നു. Born fear of facing failure in the first attempt because even the successful maths start with 0 only. APJ അബ്ദുൽ കലാം. ആദ്യം പരാജയപ്പെടുന്നതിനെ നിങ്ങൾ ഭയക്കരുത്, കാരണം വിജയകരമായ ഗണിതത്തിന്റെ തുടക്കം 0 നിന്നായിരുന്നു. യെസ്, പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫെയിൽ, FAIL, ഫെയിൽ. ഈ ഫെയിൽ എന്ന് പറയുന്ന വാക്കിന് അബ്ദുൽ കലാം കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട്. FAIL, ഫെയിൽ. അത് പരാജയം എന്നല്ല പുള്ളി പറയണത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. യെസ്, ഓക്കെ. സൈനിങ് ഓൺ ആരാണ്? സൈനിങ്. സാറേ, ഞാൻ പറഞ്ഞോട്ടെ? യെസ്, പറഞ്ഞോളൂ. Good afternoon all. First of all, I would like to welcome our teacher Job sir to the class section. I especially welcome all of you. Thank you all for joining us ready and here today's class. Get ready for the memorable time and a great experience. Let's make the most of the opportunity to learn, share ideas. Let's make this a truly memorable and impactful class for all. Okay, okay. Yes, Sir? let us start. ആരംഭിക്കാം.
ജിസ്ന സ്റ്റോറി പറയട്ടെ. എന്താ പറഞ്ഞത്? Good afternoon, sir, and everyone. I am Jisna. Today I am telling a short story, The Fox and the Stork. Once there lived in a fox and a stork. The fox asked the stork to have a dinner together. The fox gave the stork soup in a bowl, which the fox could easily drink, but the stork could not because of its beak. Later, one day, the stork invited the fox to eat, serving food in a narrow-necked container. The stork could eat from too easily, but the fox could not. Moral of the story: selfishness come back. Thank you, sir. Have a nice day. Okay, Thank very good, very good, very good. Yes. Good afternoon, sir. Good afternoon. What is your good name? My name is Tanshika. Very good, very good, very good. And Kida, very good. How are you? I am very fine. And you? I am fine, thank you. Okay, okay. In which standard you are studying? I completed first standard. You completed first standard. Who is your class teacher? Yashoda teacher. Teacher, do you like your teacher? Yeah. Who is your best friend in the class? Rishika and Tanishka. Very good, very good, very good. Okay, bye. We will meet. Okay, and Kida? Okay, bye. Okay, bye. Thank you, sir. Okay, 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 okay. Yes. Hola, മിടിക്കുകയാണ്. Yes. അപ്പൊ നമുക്ക് പറയാം. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ചാപ്റ്റർ 5 ആണ്. 5 ചാപ്റ്റർ 5 യൂണിറ്റ് 5. അതില് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലോട്ടാണ് നമ്മളിന്ന് കിടക്കുന്നത്. അതിന്റെ ചെറിയൊരു ഭാഗം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. യെസ്. ഇംഗ്ലീഷില് ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു സംഗതി ഗ്രാമറിൽ വരുന്നതാണ്. ആർട്ടിക്കിളിനെ രണ്ടായിട്ട് വിഭജിക്കാം. ഒന്നിനെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും രണ്ടാമത്തേതിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറയുന്നു. അതില് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ പെടുന്നതാണ് ദി എന്ന് പറയുന്ന വേർഡ്. യെസ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരുന്നതാണ് എ അല്ലെങ്കിൽ ആൻ. അപ്പൊ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ തൽക്കാലം അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് പരിഗണിക്കാം. ആദ്യം നമുക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിളെ കുറിച്ച് നോക്കാം. യെസ്. സോ വൺസ് അഗെയിൻ ഐ ആം ടെല്ലിങ് യു ദാറ്റ് പേര് പറഞ്ഞു കൊടുത്താരെങ്കിലും ഇതിൻ്റെ അകത്ത് പേജ് നമ്പർ ഇല്ലാത്തൊരു ഷീറ്റാണ്. പേജ് നമ്പർ എത്രയാണ്? 59. 59. യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ആർട്ടിക്കിൾ ദാറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു two. First one is called definite article. The second one is called indefinite article. Definite article includes the, whereas indefinite article includes a or an. ഇതവിടെ നിൽക്കട്ടെ. അപ്പൊ നമ്മള് ഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള ദി എന്ന് പറയുന്ന വേർഡ് എവിടേക്ക് നമ്മൾ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അതിനകത്ത് നമുക്കൊരു കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. യെസ്. നമ്മൾ സാധാരണ ഗതിയിൽ നൗണും നമ്മൾ പറയുമ്പോൾ നൗൺ ഒരു പേര്, ഒരു വസ്തുവിന്റെയോ ഒരു സ്ഥലത്തിന്റെയോ പേര്, നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എ പേഴ്സൺ. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി, സ്ഥലം, സംഗതി, അതിന്റെ പേരിനെ കുറിച്ച് പറയുന്നത് നമ്മൾ നൗൺ എന്ന് പറയാം. ആ നൗണിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. സിംഗുലർ നൗൺ ആൻഡ് പ്ലൂറൽ നൗൺ. സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം, പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ മോർ ദാൻ വൺ. അപ്പൊ നൗൺ ദാറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻടു ടു, സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ എന്ന് പറയുന്നു, പ്ലൂറൽ എന്ന് പറയുന്നു. യെസ്. അപ്പൊ ഇതില് സിംഗുലറിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെയും ദി എന്ന് പറയുന്ന വേർഡ് വരും. ഒരെണ്ണം ഉണ്ടെങ്കിലും ഒന്നിൽ കൂടുതലുണ്ടെങ്കിലും അതിന്റെ കൂടെ എല്ലാം ദി എന്ന് പറയുന്ന വേർഡ് വരും. യെസ്. നമുക്ക് പറയാം ദ ചൈൽഡ് അല്ല, ചൈൽഡ് എന്ന് പറയുമ്പോൾ ഒരാളാണ്, ചിൽഡ്രൻ അങ്ങനെയും പറയാം. ദ ബുക്ക് എന്ന് പറയാം,
ദ ബുക്സ് എന്ന് പറയും. അപ്പൊ നമുക്ക് പറയാം ദി എന്ന് പറയുന്ന ആ ആർട്ടിക്കിൾ അത് സിംഗുലർ ആയിട്ടുള്ള നൗണിന്റെ കൂടെയും വരും, പ്ലൂറൽ ആയിട്ടുള്ള നൗണിന്റെ കൂടെയും വരും. അത് നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മതി. യെസ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ദി എന്ന് പറയുന്ന ആ വേർഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു പർട്ടിക്കുലറൈസ് ഒരു എന്തെങ്കിലും ഒരു സംഗതി, അത് ഏതെങ്കിലും ഒരു വ്യക്തി, അത് നമുക്കൊന്ന് എടുത്തു പറയാൻ വേണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കും? ദി എന്ന് പറയുന്നത് ഉപയോഗിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പൊ നമുക്ക് പറയാം ദ ഗേൾ. ഏത് ഗേൾ? ഹൂ ടോക്ക് ഫസ്റ്റ് ഇൻ ദ ക്ലാസ് ഈസ് അൻകിത. എല്ലാവരും പറയുന്നു ഇന്ന് ക്ലാസ്സിൽ ആദ്യം സംസാരിച്ച കുട്ടിയുടെ പേര് അൻകിത എന്നാകുന്നു. അപ്പോ ഒരു കുട്ടി സംസാരിച്ചൊന്നുമല്ല. അപ്പൊ നമ്മൾ അൻകിതനെ നമ്മൾ പർട്ടിക്കുലറൈസ് ചെയ്യണം, എടുത്തു പറയണം. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സംഗതി ഒരു പർട്ടിക്കുലറൈസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ദി എന്ന് പറയുന്ന സംഗതി ഉപയോഗിക്കുന്നു. യെസ്. അപ്പൊ ഇന്ന് രാവിലെ കഴിക്കാൻ എന്താണ് നിങ്ങളോട് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന അതേ ഇഡ്ഡലി തന്നെയാണ് അന്ന് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ നിങ്ങൾ അതിന്റെ മുന്നിൽ ദി ഇഡ്ഡലി എന്നൊരു വാക്ക് ചേർത്ത് ചോദിക്കും. അപ്പൊ ആ ഇഡ്ഡലിക്ക് വേറെ പ്രത്യേകത പറയണം. ദ ഇഡ്ഡലി ഗിവൺ ബൈ അവർ നെയ്ബർ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഇഡ്ഡലി അല്ല, അപ്പുറത്ത് നമ്മുടെ അയൽവാസി തന്ന ഇഡ്ഡലിയാണ് കേട്ടോ. ദ ഇഡ്ഡലി ഗിവൺ ബൈ അവർ നെയ്ബർ ഈസ് ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ്. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു സംഗതിയെ എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ദി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ദിസ് ഈസ് എ ബോയ്. ഇത് ഒരു കുട്ടിയാകും, ഒരു ആൺകുട്ടിയാണ്. ദിസ് ഈസ് എ ബോയ്. കോമൺ ആയ കാര്യമാണ്, അതിനകത്ത് പ്രത്യേകത ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയാണ് ഇന്നലെ ഇവിടെ വന്ന കുട്ടി അത് ഇവനാകുന്നു. അപ്പൊ എല്ലാ കുട്ടികളെ കുറിച്ചല്ല പറയുന്നത്, ഇന്നലെ ഇവിടെ വന്ന കുട്ടി. അപ്പൊ നമ്മൾ എന്ത് പറയും? ദിസ് ഈസ് ദ ബോയ് ഹൂ കെയിം യെസ്റ്റർഡേ. ദിസ് ഈസ് ദ ബോയ്. ഇത് ഇവനാണ് ആ കുട്ടി. ഏത്? ഹൂ കെയിം ഹിയർ യെസ്റ്റർഡേ. ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി ഇവനാകുന്നു. അപ്പൊ നമുക്ക് പറയാം എന്തെങ്കിലും ഒരു സംഗതി അതിനൊന്ന് പർട്ടിക്കുലറൈസ് ചെയ്ത്, നിങ്ങളുടെ കയ്യിലൊരു സാരി, ആ സാരിയുടെ കളറ്, ആ സാരി നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് വാങ്ങി തന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് എ സാരി എന്ന് പറയാൻ പോലെ ദിസ് ഈസ് ദ സാരി. ഇതാണ് ആ സാരി വിച്ച് മൈ ഹസ്ബൻഡ് ഗിവൻ ടു മീ ഓൺ ദ ലാസ്റ്റ് വെഡിങ് ഡേ. കഴിഞ്ഞ വിവാഹ വാർഷികത്തിന് എന്റെ ഭർത്താവ് തന്ന സാരി അതില്ല. വേറെ സാരികളൊക്കെ എനിക്കുണ്ട്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ സാരി നമ്മൾ എടുത്തു പറയണം. ദിസ് ഈസ് ദ സാരി. ദിസ് ഈസ് എ സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാരി ആവുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആ സാരിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ വെഡിങ് ഡേയിൽ എന്റെ ഹസ്ബൻഡ് വാങ്ങിച്ചിരുന്ന സാരി. നമ്മൾ എന്ത് പറയും? ദിസ് ഈസ് ദ സാരി വിച്ച് മൈ ഹസ്ബൻഡ് ഗിവൻ ടു മീ ദ ലാസ്റ്റ് വെഡിങ് ഡേ. കഴിഞ്ഞ വെഡിങ് ഡേക്ക് എന്റെ ഭർത്താവ് എനിക്ക് നൽകിയതാണ് ഈ സാരി. അപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം പുസ്തകങ്ങൾ, അത് വളരെ യൂസ്ഫുൾ ആണ് അല്ലെ, ഉപകാരപ്രദമാണ്. അപ്പൊ നമുക്ക് പറയാം ദ ബുക്സ് ആർ യൂസ്ഫുൾ. അത് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം. ഏത് ബുക്കിനെ നമുക്ക് കുറിച്ച് പറയാം. എല്ലാ പുസ്തകങ്ങളും എൻ്റെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് പറയാം ബുക്സ് ആർ യൂസ്ഫുൾ. എല്ലാ ബുക്കുകൾക്കും അത് ആപ്ലിക്കബിൾ ആണ്. ബുക്സ് ആർ യൂസ്ഫുൾ. പക്ഷെ നമ്മൾ വേറൊരു സംഗതി എടുത്തു പറയും. APJ അബ്ദുൽ കലാം എഴുതിയിട്ടുള്ള ബുക്കുകൾ അത് വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ നമ്മൾ അതിന് പറയും ദ ബുക്സ്. കണ്ട, അവിടെ വെറുതെ ബുക്ക് എന്ന് പറഞ്ഞാൽ പോരാ, അതിന് നമ്മൾ എടുത്തു പറയുന്നത് ദ ബുക്സ് റിട്ടൺ ബൈ APJ അബ്ദുൽ കലാം ആർ യൂസ്ഫുൾ. അങ്ങനെ പറഞ്ഞത് ദ ബുക്സ് എന്ന് പറയും. കോമൺ ആയിട്ട് പറയണം നമ്മൾ, അത് നമ്മൾ എടുത്ത് പറയണം. APJ അബ്ദുൽ കലാം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ അത് വളരെ ഉപകാരപ്രദമാണ്. യെസ്. അപ്പൊ APJ അബ്ദുൽ കലാം എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. ഇന്നലെ ഇവിടെ വന്നതായ കുട്ടി എന്ന് പറയുന്നത് അതൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. എന്റെ ഭർത്താവ് തന്നതായ സാരി എന്ന് പറയണം, അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. യെസ്.
അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് പറയാം ദി എന്ന് പറയുന്ന വേർഡ് അത് ഉപയോഗിക്കുന്നത് ടു പർട്ടിക്കുലറൈസ്, എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും സംഗതിയെ കുറിച്ച് എടുത്തു പറയുന്ന സന്ദർഭങ്ങളിലാണ് ദി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഡാഷ് ഈസ് ദ ബോയ് ഹു കെയിം ഹിയർ യെസ്റ്റർഡേ ഇതുണ്ടാവും. അടിയിൽ എ ഉണ്ടാവും, ആൻ ഉണ്ടാവും, ദി ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കണം. ഡാഷ് ഈസ് ദ ബോയ് ഹു കെയിം ഹിയർ യെസ്റ്റർഡേ. ഇന്നലെ ഇവിടെ വന്നതായ കുട്ടിയാണ്. അപ്പൊ പർട്ടിക്കുലറൈസ്. അപ്പൊ അവിടെ എന്ത് പറയാം? ദിസ് ഈസ് ദ ബോയ്. ഓക്കെ, ദിസ് ഈസ് ദ ബോയ് ഹു കെയിം ഹിയർ യെസ്റ്റർഡേ. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പർട്ടിക്കുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പർട്ടിക്കുലറൈസ് എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു അത് സിംഗുലറിന്റെ കൂടെയും വരും, പ്ലൂറലിന്റെ കൂടെ. ഒരാളുണ്ടെങ്കിലും ഒന്ന് കൂടുതലുണ്ടെങ്കിലും നമുക്ക് ഈ വാക്ക് ഉപയോഗിക്കാം, ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ദ ബുക്സ് റിട്ടൺ ബൈ എഴുതാം, ദ ബുക്ക് റിട്ടൺ ബൈ എന്ന് എഴുതാം. രണ്ട് എഴുതിയാലും അത് കറക്റ്റ് ആണ്. നമ്മൾ സിംഗുലറിന്റെ കൂടെയും വരും, പ്ലൂറലിന്റെ കൂടെയും വരും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദി എന്ന് പറയുന്ന വേർഡ് വരുന്നത് ഈ പ്രപഞ്ചത്തില് ഒന്നേ ഒരു ഐറ്റം മാത്രമായിട്ടുള്ള സംഗതികളില്ല. ഒരൈറ്റം ഉള്ളൂ. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയാം. സൂര്യൻ, അത് ഒരെണ്ണമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം വെറുതെ SUN സൺ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ പ്രപഞ്ചത്തിൽ ഒരെണ്ണം ഉള്ളെങ്കിൽ അതിന്റെ കൂടെ ഓൺലി വൺ, ദാറ്റ് ഈസ് ഓൺലി വൺ ഇൻ നേച്ചർ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയുന്നു? ദിസ് സൺ എന്ന് പറയാം. ദിസ് സൺ അതാണ് കറക്റ്റ്. കാരണം ഇറ്റ് ഈസ് ദ ഓൺലി വൺ ഇൻ ദ യൂണിവേഴ്സ്, ഓൺലി വൺ ഇൻ നേച്ചർ. അപ്പൊ ദിസ് സൺ. ഓക്കെ, നൗമി പറഞ്ഞത് കറക്റ്റ് ആണ്. ദ മൂൺ, അതുപോലെ നമുക്ക് പറയാം ചന്ദ്രൻ, അല്ലെ? ദി മൂൺ എന്ന് പറയണം. കാരണം ഇത് കോമൺ ആണ്, എല്ലാം ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ദി സ്കൈ, ആകാശം. ആകാശം എന്ന് പറയുമ്പോൾ എന്റെ വീടിനുള്ള മുകളിലുള്ള ആകാശം കൊടുക്കണ്ട, അത് മൊത്തത്തിലാണത്. ദ സ്കൈ. യെസ്. ദ എർത്ത്, നേരത്തെ പറഞ്ഞു, നവമി പറഞ്ഞു. എർത്ത്, ഭൂമി. ഭൂമി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഭൂമി നിന്റെ ഭൂമിയാണ്, ഭൂമി ഒരുമിച്ച് കിടക്കുന്നതാണ്. ഓക്കെ. ദ സോളാർ സിസ്റ്റം. വെരി ഗുഡ്, വെരി ഗുഡ്. ദ സോളാർ സിസ്റ്റം. ഇത് നമുക്കറിയാം, ഈ ഭൂമിയെ ചുറ്റി ഒരു രേഖ പോകുന്നുണ്ട്. അതിന് നമ്മൾ ഭൂമധ്യ രേഖ എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പൊ നമുക്കിത് പറയാം ദ ഇക്വേറ്റർ. ദ ഇക്വേറ്റർ. വെറുതെ ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ പോലെ ദ ഇക്വേറ്റർ. കാലാവസ്ഥ. അപ്പൊ വേനൽക്കാലമാണെങ്കിലും വർഷക്കാലം, എല്ലാ കാലാവസ്ഥയാണല്ലോ. ഇതൊക്കെ തന്നെയാണ് അടുത്ത സ്ഥലത്തുള്ളത്, അടുത്ത രാജ്യത്തുള്ളത്. അത് കോമൺ ആണ്. കാലാവസ്ഥ എന്ന് പറയുന്ന ഓക്കെ. ഭ്രമണപഥം. ഓക്കെ ഓക്കെ ഓക്കെ. ആൻസി. ദി വെദർ. ദി വെദർ. വെദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വെദർ ഉണ്ട്. WHETHER വെദർ ഉണ്ട്, WEATHER വെദർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ പറയുന്ന വെദർ WEATHER. ഓക്കെ ഓക്കെ ആഷ്മി. WEATHER. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് പ്രപഞ്ചത്തില് ഒരെണ്ണമുള്ള എങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഈ ഇതിഹാസങ്ങളെ പോലെയുള്ള പുസ്തകങ്ങളിൽ രാമായണം, ഖുർആൻ, ബൈബിള്, അങ്ങനെയുള്ള ബുക്കുകളുടെ മുന്നിലെല്ലാം ദി ഉപയോഗിക്കണം. ദി ബൈബിൾ, ദി രാമായണ, ദി ഖുർആൻ, അങ്ങനെ പറയാം. അതിന്റെ മുന്നിൽ കാരണം ഇറ്റ് ഈസ് ദ ഓൺലി വൺ ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ദ ഓൺലി വൺ ഇൻ നേച്ചർ. യെസ്. അത് നമ്മൾ ഇപ്പൊ ബൈബിൾ ഇവിടെ ഉണ്ടാവാം, വേറെ സ്ഥലത്തുണ്ടാവും. പക്ഷെ അത് കോമൺ ആണത്. ഖുർആൻ ഇവിടെ ഉണ്ടാവാം, അടുത്ത രാജ്യത്തുണ്ടാവാം. അത് കോമൺ ആണത്. യെസ്. അങ്ങനെയുള്ള ബുക്കുകളുടെ പേര് പറയുമ്പോൾ നമ്മളത് ഉപയോഗിക്കും. ഇപ്പോ ജിൻസ ജിൻസയൻ അപ്പൊ ജിസ്ന, ഞാൻ വാചകം പറയണം, ശ്രദ്ധിച്ചോ. ഡാഷ് സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ഡാഷ് സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്. ബ്രാക്കറ്റില് അടിയിൽ എ ഉണ്ട്, ആൻ ഉണ്ട്, ദി ഉണ്ട്. അവിടെ എന്ത് ഉപയോഗിക്കും? അപ്പൊ അത് മനസ്സിലായി ജിസ്നക്ക്. കാരണം എന്താണ്?
ഒരെണ്ണം ഉള്ളൂ. യെസ്. ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. അടുത്തത് ആരാണ്? ആൻസി. ആൻസി. ഓക്കെ. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. ദ ഇന്ത്യ. യെസ്. I went to the college. I went to the college and met dash principal. I went to the college and met dash principal. The principal. അതിന്റെ അടിയിൽ എ ഉണ്ട്, ആൻ ഉണ്ട്, ദി ഉണ്ട്. അവിടെ നമ്മൾ എന്ത് വെക്കും? ദി പ്രിൻസിപ്പൽ. എന്തുകൊണ്ടാ പറയാ അങ്ങനെ ദി എന്ന് പറയാൻ കാരണം? ആ കോളേജിൽ ഒരു പ്രിൻസിപ്പൽ അല്ലേ ഉള്ളൂ. വെരി ഗുഡ്. ആ കോളേജിൽ ഒരു പ്രിൻസിപ്പലേ ഉള്ളൂ. മനസ്സിലായില്ലേ? നേരെ മറിച്ച് ഒന്നിൽ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ദി വരില്ല. ഇഫ് ഇറ്റ് ഈസ് സിംഗുലർ, അപ്പൊ അതേപോലെ ഒരെണ്ണം ഉള്ളെങ്കിൽ ഒരു കോളേജ്, അപ്പൊ നമ്മളത് ലോജിക്കായിട്ട് ചിന്തിക്കണം. അവിടെ ഒരു സാധനനെ കാണാൻ പോണെങ്കിൽ ചിലപ്പോൾ ദി വരില്ല. പക്ഷെ നമ്മൾ അവിടെ ഒരു സാധനം എടുത്തു പറയണം. I am going to meet the sir who joined today. അവിടെ നമുക്ക് ദീ വരും. ഞാൻ ഇന്ന് ജോയിൻ ചെയ്ത സാറില്ല, ആ സാറിനെ കാണാൻ പോകുന്നത്. അപ്പൊ അവിടെ ദീ പറയേണ്ടി വരും. ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ ഓക്കെ. എടുത്തു പറയണേ. ഇത് മാത്സ് സാർ. ആൻസിക്ക് മാത്സ് ഇഷ്ടമുള്ളതുകൊണ്ട് അല്ലേ? യെസ്. ഓക്കെ 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 ഓക്കെ. അതാണ് മാത്സിന്റെ ഇഷ്ടമാണ്. സാധാരണഗതിയിലേ മാത്സ് ഇഷ്ടപ്പെടുന്നവരെ ബുദ്ധിമുള്ള കുട്ടികളാണെന്നാണ് പറയുന്നത്. ഫാൻസി യു ആർ ആൻ ഇന്റലിജന്റ് ഗേൾ. അതാണ് മാത്സിന്റെ പ്രത്യേകത. ഓക്കെ. മാത്സിനെ കുറിച്ച് പറഞ്ഞ കാര്യം പറയാം. നമ്മള് നോബൽ പ്രൈസ് കൊടുക്കാറുണ്ട്. നോബൽ പ്രൈസ് ആൽഫ്രഡ് നോബലിന് കിട്ടിയ പൈസ അത് ബാങ്ക് ഓഫ് സ്വീഡനിലേക്ക് അതിന്റെ പലിശയാണ് ഇതിന് കൊടുക്കുന്നത്. ഈ നോബൽ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. കെമിസ്ട്രിക്ക്, ഫിസിക്സിന്, സമാധാനത്തിന്, അങ്ങനെ നോബൽ പ്രൈസ് കൊടുക്കാറുണ്ട്. പിന്നെ അതിന്റെ കൂടെ ബാങ്ക് ഓഫ് സ്വീഡൻ അവര് കൊടുക്കുന്നുണ്ട് കുറച്ച് സമ്മാനങ്ങൾ. പക്ഷെ അതും ഇപ്പൊ നോബൽ പ്രൈസ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് മാത്രമേ. പക്ഷെ മാത്തമാറ്റിക്സിന് മാത്രം നോബൽ പ്രൈസ് ഇല്ല. എന്താണെന്ന് പറയാമോ? കാരണം ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഇപ്പോ നോബൽ പ്രൈസ് ഫോർ കെമിസ്ട്രി, ഫിസിക്സ്, ഇക്കണോമിക്സ് അങ്ങനെയൊക്കെ. പക്ഷെ മാത്സിന്റെ നോബൽ പ്രൈസ് കിട്ടിയതായിട്ട് കണ്ടില്ല. കേട്ടിട്ടുണ്ട്. നോബൽ പ്രൈസ് ഇല്ലാന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ റീസൺ ഒരു രസകരമായ റീസൺ ആണ് ഞങ്ങൾക്ക് സാറ് എഴുതി വെച്ചിട്ടുണ്ട് മാത്സിന് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കുന്നത് ബാങ്ക് ഓഫ് സ്വീഡനെ കൊടുക്കുന്ന സമ്മാനങ്ങളാണ്. അതായത് ഈ ആൽഫ്രഡ് നോബലിന്റെ വൈഫ് ഒരു മാത്തമാറ്റിക്സ് ടേബിൾ ഒടിച്ചോടി. ഇത് കറക്റ്റ് ആണോ? ഞാനും കേട്ടിട്ടുള്ളത്. ഇത് കറക്റ്റ്. അപ്പോ അദ്ദേഹത്തെ അതോടുകൂടി ആൽഫ്രഡ് നോബലിന് മാത്തമാറ്റീഷ്യന്മാരോട് ഭയങ്കരമായ ദേഷ്യം. അപ്പൊ അതുകൊണ്ട് പുള്ളി എഴുതി വെച്ചു മാത്തമാറ്റിക്സിന് മാത്രമേ ചെയ്യുന്നത് നോബൽ പ്രൈസ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഇത് കറക്റ്റ് ആണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ അത് കുറച്ചുകൂടി കറക്റ്റ് ആണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. വാട്ട് എവർ ഇറ്റ് മേ ബി. ഇപ്പൊ ഞാൻ ആൻസിയുടെ മാത്സ് എന്ന് പറഞ്ഞൊരു വേർഡ് എടുത്തിട്ടുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ. ലെറ്റ് us come back. നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദി എന്ന് പറയുന്ന യൂസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ ഒരെണ്ണമുള്ളെങ്കിൽ അത് നമ്മൾ ദി എന്ന് പറയും. യെസ്. ഇനി വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മളൊന്ന് ഓർത്തിരുന്നാൽ മതി ഇതൊക്കെ. യെസ്. ഇനി ചില കാര്യങ്ങൾ അതൊരു വർഗം മുഴുവനെയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ അനിമൽ. ഡോഗ് ഈസ് എ ഫെയ്ത്ത്ഫുൾ അനിമൽ. വളരെ വിശ്വസിക്കാവുന്ന ഒരു അനിമലാണ് ഡോഗ്. ആ ഡോഗ് എന്ന് പറയുന്ന വേർഡിന് മുന്നിൽ ഞാൻ ദി എന്ന് പറയുന്ന ഒരു വേർഡ് ചേർക്കുകയാണ്. ദി ഡോഗ് എന്ന് പറയുമ്പോൾ ലോകത്തുള്ള സകല നായ്ക്കളുടെ ആ റേസ് കംപ്ലീറ്റ് ആണ്. മനസ്സിലായില്ലേ? അപ്പോ സിംഗുലർ ആയിട്ടുള്ള ഒരു നൗണിന്റെ മുന്നിൽ ഒരു ദി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ വരുമ്പോൾ അതിൽ നിന്നും ആ ഒരു വർഗം മുഴുവനും അതിനകത്ത് വരും. അപ്പൊ ദി ഡോഗ് എന്ന് പറയുമ്പോൾ ദ ഹോൾ ഡോഗ്, ആ റേസ് മുഴുവനും അങ്ങനെ വരികയാണ്. നമുക്ക് പറയാം
The elephant is the largest animal on land. It's the largest animal on land. അപ്പൊ നമുക്ക് പറയാം ദ എലിഫന്റ് എന്ന് പറയുമ്പോൾ ദി ചെറുവ ലോകത്തുള്ള എല്ലാ ആനകളും ആ എലിഫന്റ് എന്ന് പറയുന്ന വർഗം മുഴുവനും അതിനകത്ത് വരികയാണ്, ഈ സംഗതിയെ വരികയാണ്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ ഒരു വർഗത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൂടി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്നു, അത് ഓൾ റേസിനെ കാണിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോളണം, മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്ന് പറയും. ദി മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അവിടെ എക്സെപ്ഷൻ ഉണ്ട്, ചില കാര്യങ്ങൾക്ക് എക്സെപ്ഷൻ ഉണ്ട്. നമ്മൾ പറയാനല്ലേ മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. അവിടെ ദി മാൻ ഈസ് എ സോഷ്യൽ അനിമൽ എന്ന് പറഞ്ഞാൽ തെറ്റാണ്, അവിടെ ദി വേണ്ട. അപ്പൊ ചില എക്സെപ്ഷൻസ് ഉള്ളത് നമ്മൾ ഓർത്തിരിക്കുക. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. നമ്മൾ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരാളെ ആശ്രയിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ വേറെ ആശ്രയിക്കുന്നതിന്റെ പേരിൽ നമുക്ക് പറയാം സോഷ്യൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. മാൻ ഈസ് എ സോഷ്യൽ അനിമൽ. അവിടെ ദി മാൻ എന്ന് പറയാൻ പാടില്ല, അതൊരു എക്സെപ്ഷണൽ കേസാണ്. ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഓക്കെ, ഞാൻ പറഞ്ഞതൊന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു സിംഗുലറിനെ കൂടി വരുമെന്ന് പറഞ്ഞു, പ്ലൂറലിനെ കൂടി വരുമെന്ന് പറഞ്ഞു. ടു പർട്ടിക്കുലറൈസ് സംതിങ്, ഏതെങ്കിലും ഒരു സംഗതി ഒന്ന് എടുത്തു പറയാൻ വേണ്ടി പറയുമ്പോൾ അവിടെ നമ്മൾ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പ്രപഞ്ചത്തിൽ ഒരെണ്ണം ഉള്ളെങ്കിൽ അതിന് നമ്മൾ അതിന് മുന്നിൽ നമ്മൾ ദി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. പിന്നെ വിശ്വപ്രസിദ്ധമായ ഇതിഹാസങ്ങളും പുസ്തകങ്ങളും ഉണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ നമ്മൾ ദി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. ഒരു വർഗത്തെ മുഴുവൻ കാണിക്കാൻ വേണ്ടിയിട്ട് ദിയും അത് കഴിഞ്ഞതിന് ശേഷം ഒരു സിംഗുലർ സബ്ജക്റ്റും കൊടുത്താൽ മതി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നദികളുടെ പേരുകളുടെ മുന്നിൽ, പർവ്വതങ്ങളുടെ പേരുകളുടെ മുന്നിൽ, കടലുകളുടെ പേരുകളുടെ മുന്നിൽ, ദ്വീപുകളുടെ പേരുകളുടെ മുന്നിൽ, ഉൾക്കടലുകളുടെ പേരുകളുടെ മുന്നിൽ എല്ലായിടത്തും ദി ഉപയോഗിക്കും. നമുക്ക് പറയാം റിവർ, നദിയുടെ പേരിന് മുന്നിൽ. ഇപ്പൊ ഗംഗ എന്ന് പറയാൻ പറ്റില്ല, ദി ഗംഗ, ബിക്കോസ് ദ ഗംഗ ഈസ് ദ നെയിം ഓഫ് ദി റിവർ. അപ്പൊ പേര് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് എ റിവർ. ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്തത് പർവ്വതങ്ങൾ, ദ ഹിമാലയാസ്, ദി ഹിമാലയാസ്. ഓക്കെ. ഇനി കടലുകളുടെ പേരുകൾ, ദ ഇന്ത്യൻ ഓഷ്യൻ, ദ പസഫിക് ഓഷ്യൻ. യെസ്. ഇനി നമുക്ക് ഐലൻഡ്സ്, ദ്വീപുകൾ, നമുക്ക് പറയാം ദി ആൻഡമാൻ ഐലൻഡ്സ്. ഇനി നമുക്ക് ബേ, ഉൾക്കടലുകൾ, ദ ബേ ഓഫ് ബംഗാൾ. അപ്പൊ നമുക്ക് പറയാം നദികളുടെ പേരിന്റെ മുന്നില്, പർവ്വതങ്ങളുടെ പേരിന്റെ മുന്നില്, കടലിന്റെ പേരിന്റെ മുന്നില്, ദ്വീപുകളുടെ പേരിന്റെ മുന്നില്, അതിനോടൊപ്പം തന്നെ ഉൾക്കടലുകളുടെ പേരിന്റെ മുന്നില്, അവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കും ദി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കും. ബിഫോർ ദ നെയിംസ് ഓഫ് റിവേഴ്സ്, മൗണ്ടൻസ്, സീസ്, ഐലൻഡ്സ് ആൻഡ് ബേ. ബേ മീൻസ് ഉൾക്കടലുകൾ. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ആർട്ടിക്കിളിനെ കുറിച്ച്, ഡെഫിനറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു. ആർട്ടിക്കിളിനെ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. ആ രണ്ടായിട്ട് വിഭജിച്ചതിന് നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളും വിഭജിച്ചു. അത് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ നമ്മൾ തൊട്ടിട്ടില്ല, അത് അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഡെഫിനറ്റ് ആർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് യൂസ് ഓഫ് ദി എന്നുള്ളതാണ്. ടു പർട്ടിക്കുലറൈസ് സംതിങ്, എന്തെങ്കിലും സംഗതി പർട്ടിക്കുലറൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട്, പ്രപഞ്ചത്തിൽ ഒരെണ്ണമുണ്ടെങ്കിൽ ആ വസ്തുക്കളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, നദികളുടെ പേരിന്റെ മുന്നിൽ, മൗണ്ടൻസിന്റെ പേരിന്റെ മുന്നിൽ, പുസ്തകങ്ങളുടെ പേരിന്റെ മുന്നില്, ദ്വീപുകളുടെ ദ്വീപ് സമൂഹങ്ങളുടെ പേരിന്റെ മുന്നിൽ, ഇവിടെയെല്ലാം നമ്മൾ ഇത് ഉപയോഗിക്കുന്നു ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ. യെസ്. അപ്പോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ നമ്മൾ എവിടെയാണ് ദി ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ഒരു ഡാഷ് ഇട്ടിട്ട് യൂസ് ദ ആർട്ടിക്കിൾ എ ആൻഡ് ദി എന്ന് പറയുന്ന 3 മൾട്ടിപ്പിൾ ചോയ്സ് കൊടുത്തിട്ടുണ്ടാവാം. അത് നിങ്ങളൊരു പക്ഷേ നിയമങ്ങളൊന്നും പഠിച്ചില്ല എങ്കിലും നിങ്ങൾ അതൊന്ന് എ വെച്ച് നോക്കുമ്പോൾ തന്നെ തോന്നും കല്ലിക്കടിക്കുന്ന എ ശരിയല്ലല്ലോ എന്നൊക്കെ തോന്നും.
ഒരു പക്ഷെ പിന്നെ ആൻ വെച്ച് നോക്കുമ്പോഴും തോന്നും ഇപ്പോഴും ശരിയാവുന്നില്ലല്ലോ എന്ന് തോന്നും. ദീ വെച്ച് നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്കൊരു തോന്നുന്നു എന്തോ ഒരു ശരി, എവിടെയാണ് തെറ്റ് നമുക്ക് പിടികിട്ടില്ല. എന്നിരുന്നാലും സംഗതി ശരിയല്ല എന്ന് തോന്നുന്നത്. നമ്മള് അതെ, ജിസ്നയുടെ റേഞ്ച് പോകുന്നുണ്ട് സംശയമുണ്ട് കേട്ടോ, ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആണോ സർ? പറഞ്ഞോളൂ. ഡിയും എയും നമുക്ക് കൊടുത്തിരിക്കുന്നെങ്കിൽ ആൻ ഓഷൻ എന്ന് പോയാൽ തെറ്റിപ്പോകില്ല. ഈ ഓപ്ഷൻ എന്നാണ് ഇപ്പൊ സാറ് പറഞ്ഞത്. ആൻ ഓഷൻ ആൻ ആണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നതെങ്കിലേ സാർ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ദി ഓഷൻ എന്നല്ലേ നമ്മൾ കറക്റ്റ് എഴുതേണ്ടത്. ഓഷന്റെ പേരുണ്ടാവും. ഓക്കെ. Before the names of the ocean. Before the names of the ocean. Okay. Sir, ഈ ടെക്സ്റ്റിലെ എവറസ്റ്റിന് മുന്നിൽ മൗണ്ട് എവറസ്റ്റ് അങ്ങനെയൊക്കെയുള്ള സിംഗിൾ മൗണ്ടൻസിന് മുന്നിൽ ദി ചേർക്കില്ല എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ചില എക്സെപ്ഷൻസ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ദി എവറസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ മാൻ ഈസ് എ സോഷ്യൽ എലിമെന്റ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ദി ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ ഈ എവറസ്റ്റിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ ദി എവറസ്റ്റ് എന്ന് പറയില്ല, അവിടെ എവറസ്റ്റ് എന്ന് മാത്രമേ പറയൂ. എവറസ്റ്റ് അപ്പൊ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഓക്കെ അതൊക്കെ ഞാൻ പറഞ്ഞോളാം, അത് പുറകിൽ വരും. യെസ്, ഓക്കെ, കറക്റ്റ്. യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ദി എന്ന് പറഞ്ഞ നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ദി എന്ന് പറയുന്ന യൂസ് ആർട്ടിക്കിൾ എവിടെയെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് എക്സെപ്ഷനുള്ള കേസുകളുണ്ട്. എക്സെപ്ഷനുള്ള കേസുകൾ ഞാൻ വേറെ പറയുന്നതാണ് പഠിക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞത് ഡാഷ് അത് കഴിഞ്ഞതിന് ശേഷം മാൻ ഈസ് എ സോഷ്യൽ എലിമെന്റ്. അവിടെ നമുക്ക് ഏതെങ്കിലും ഫില്ല് ചെയ്യണോ? വേണ്ട, കാരണം എന്താണ്, മാൻ ഈസ് എ സോഷ്യൽ എലിമെന്റ് എന്നുള്ളതാണ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡെഫിനിറ്റ് ആർട്ടിക്കിളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഞാൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലേക്ക് കിടക്കും. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലേക്ക് കിടക്കുമ്പോൾ നമുക്കറിയാം വൗവൽ സൗണ്ട്സ്. നമുക്കറിയാം AEIOU വൗവൽ സൗണ്ട്സ്. ആരെങ്കിലും പേജ് നമ്പർ പറഞ്ഞു കൊടുക്കും? യെസ്, യെസ്, വൗവൽ സൗണ്ട്സ് AEIOU. യെസ്, നിങ്ങളത് ഓട്ടോ എന്ന് പറയുന്ന സിനിമയിൽ ഒരു പാട്ടിൽ അത് പറയുന്നുണ്ട്. ഇത് പാടാൻ കഴിവുള്ളത് ആരാണ്? യെസ് അല്ലേ? അതിൻ്റെ അകത്ത് ഓ സുധി എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു പാട്ടിന്റെ ഒരു വശത്ത് വൗവൽസ് ഏതാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് മേക്ക് മീ എ സെന്റൻസ് പറയുമ്പോൾ ഐ ലവ് യു ആൻഡ് യു ലവ് മീ ടു. യെസ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഒക്കെ അല്ല, ഒരു സംഗതിയൊക്കെ അല്ല എന്നുള്ളത്. ഓക്കെ. ഓക്കെ. ആൻസി ആരാണ് പാടുന്നത്? ആൻസി പാടൂ. സാർ പാടാൻ അറിയത്തില്ല, ആ പാട്ട് ഓർമ്മയുണ്ട്. യെസ്, വരികൾ ഓർമ്മയുണ്ട് അല്ലേ? യെസ്, ഓക്കെ. എന്താണ്, ആരും പാടാതെ മിണ്ടാതിരുന്നതുകൊണ്ട് മൗനം സമ്മതത്തിന് ലക്ഷണമായിട്ട് നമ്മൾ വിചാരിച്ചു. എല്ലാവർക്കും പാടാൻ അറിയാമെന്ന് വിചാരിച്ചു, അങ്ങനെ പരിഗണിച്ചു. ഈ പണ്ട് കാലത്ത് പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരു 1970s 1780s ആ സമയത്താണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അനുകൂലമാണെങ്കിൽ മറുപടിയെങ്കിൽ ചിലപ്പോൾ പറയില്ല. അപ്പൊ അവിടെ എന്ത് പറയും? മിണ്ടാതിരിക്കും അല്ലേ? മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മൗനം എന്താണ്? സമ്മതം. മൗനം സമ്മതമാണ് എന്നുള്ള ലക്ഷണമാണ് അല്ലേ? അപ്പൊ ആർക്കെങ്കിലും പാടാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെയാണ്, മൗനം സമ്മതമാണ്. എല്ലാവരും കൂടി പാടണം എങ്ങനെയാന്ന് ചോദിച്ചിട്ടാണ് ആരും പാടാണ്ടിരുന്നത് ഞാൻ വിചാരിച്ചത്. ഈ വയലാറിന്റെ ഒരു പാട്ടുണ്ട്. നേരത്തെ ആൻസി പറഞ്ഞതുപോലെ ഞാനും പാടാൻ എക്സ്പെർട്ട് അല്ല, അതുകൊണ്ട് ആ വഴിയാണ് പറയുന്നത്.
ഇപ്പൊ മൗനസമ്മതം പറഞ്ഞതിന്റെ പേര് പറഞ്ഞാൽ യെസ്, ആ വരി ഇങ്ങനെയാണ്: കാട്ടുതാറാവുകൾ ഇണകളെ തേടും കായലിനരികിലും, കടത്തു തോണിയിൽ ആളുകൾ കയറും കല്ലതുക്കുകളിലൂടെ, തനിച്ചു വരും താരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിന്റെ മൗനം. ഫസ്റ്റ് പേര് പറയാൻ പാടില്ല. യെസ്, ഒരു പറയാൻ പാട്ട വയലാർ എഴുതിയതാണ്. സന്ധ്യമയങ്ങ നേരം എന്നാണ് ആ പാട്ടിന്റെ വരിയുടെ തുടക്കം. യെസ്, അപ്പൊ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇത് വയലാർ വേറൊരു രീതിയിൽ കൃത്യമായിട്ടത് എഴുതി വെച്ചത്. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങളും എന്ത് ചെയ്യുക, എഴുതുക. മനസ്സിന് ഭയങ്കര വിഷമം തോന്നുന്ന സമയത്ത് ആരാണോ നമ്മളെ വിഷമിപ്പിച്ചത് അവരെ തെറി പറയാതെ ഒരു മുറിയിലേക്ക് കയറുക. മുറിയിലേക്ക് കയറിയിട്ട് വാതിലടിച്ച് ഒരു കടലാസും പെനയും എടുത്ത് വെച്ച് നിങ്ങളുടെ വിഷമങ്ങൾ മുഴുവൻ ആ കടലാസിലേക്ക് പകർത്തുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ നമ്മൾ തോന്നും. നമ്മുടെ വിഷമങ്ങൾ മുഴുവൻ എങ്ങോട്ട് വന്നു അത് അവിടെ വെച്ചേക്കുക. ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ വെറുതെ അതൊന്ന് മറിച്ച് നോക്കുക. അപ്പൊ നമുക്ക് ആദ്യം തോന്നുന്നത് അയ്യേ സംഗതിയാണ് എഴുതി വെച്ചേക്കുന്നത് എന്ന് തോന്നും. യെസ്, വീണ്ടും വീണ്ടും നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതില് ഓക്കെ. പഠിക്കുമ്പോ ഒരുപാട് എഴുതാറുണ്ടായിരുന്നു അല്ലെ. വെരി ഗുഡ്. ഓക്കെ. യെസ്, അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ചെറിയൊരു എഡിറ്റിംഗ് ഒക്കെ അതിനകത്ത് നടത്തുക. അതൊന്ന് മാറ്റി ഇതൊന്ന് മാറ്റി. യെസ്, യെസ്. ഇപ്പൊ വായിക്കുമ്പോൾ നമുക്ക് പഴയത് വായിക്കുമ്പോൾ ചിരി വരും. ഓക്കെ, വെരി ഗുഡ്. യെസ്, അത് കറക്റ്റാണ് ആൻസി. അപ്പോൾ അത് റെഡി ആവുന്നു. അങ്ങനെയായിരിക്കണം. ചിലപ്പോൾ അത് പിന്നീട് ഓക്കെ. സിനു, വെരി ഗുഡ് സിനു. വെരി ഗുഡ്. യെസ്, അതൊന്നും നമുക്ക് ചിലപ്പോൾ അത് ജീവിതത്തെ നിങ്ങൾ മാറ്റി പറയും. നിങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം വ്യത്യസ്തപ്പെടും. അതാണ് എന്റെ പ്രത്യേകത. ഒരാൾക്ക് ഇഷ്ടപ്പെട്ട സംഗതി വേറെ ആൾക്ക് ഒരു പക്ഷെ ഇഷ്ടപ്പെടണമെന്നില്ല. ഈ ലോഹിതദാസിന്റെ ഒരു അനുഭവം ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ടൊരു സാരഥി എന്ന് പറയുന്ന ഒരു നാടക സമിതി ഉണ്ടായിരുന്നു. ആ സമിതിയിലെ സഹായിക്കുകയും അതിനോടൊക്കെ സഹകരിച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അദ്ദേഹം ഒരു നാടകം എഴുതിയതിനു ശേഷം ആ സമിതിക്ക് കൊണ്ടുപോയി കൊടുത്തു. അവരത് വായിച്ചിട്ട് പറഞ്ഞു, ഇത് വളരെ മോശമാണ്, പഠിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞത് ഒഴിവാക്കി. അദ്ദേഹം പിന്നീട് ഈ നാടകവുമായിട്ട് കൊല്ലത്തുള്ള ഒരു സമിതിയിൽ കൊണ്ടുപോയി കൊടുത്തു. അവരത് വായിച്ചു നോക്കി, കളിക്കാമെന്ന് പറഞ്ഞു. അവരത് കളിച്ചു. നല്ലതാണ്, അവർ കളിച്ചു. ആ നാടകത്തിന്റെ പേര് സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്നായിരുന്നു. പിന്നീട് ആ നാടകം തന്നെയാണ് ആധാരം എന്ന് പറയുന്ന സിനിമയായിട്ട് വന്നത്. അപ്പൊ അതിന് പിന്നീട് അവാർഡ് കിട്ടിയ സിനിമയാണ്. അപ്പൊ അത് വന്നപ്പോ അതിന്റെ ഒരു ഇന്റർവ്യൂലാണ് പുള്ളി ഇത് പറയുന്നത്. ഇത് ചില ആളുകൾ മോശമെന്ന് പറഞ്ഞ സംഗതിയാണ് പിന്നീട് അവാർഡിന് പരിഗണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എഴുതിയിട്ട് ആരെങ്കിലും മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രോബ്ലം, ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. യേശുദാസിനെ പോലെ യേശുദാസ് പാടട്ടെ, എസ് ജാനകിയെ പോലെ എസ് ജാനകി പാടട്ടെ, നമുക്ക് നമ്മളെ പോലെ പാടാം. യെസ്, നമുക്ക് നമ്മളെ പോലെ എഴുതാം. യെസ്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നലുകൾ വരുമ്പോൾ എന്ത് ചെയ്യണം, അത് എഴുതണം, കടലാസോട്ട് പോകണം. അപ്പൊ മനസ്സിലെഴുതിയാൽ പോലെ കടലാസോട്ട് എഴുതണം. അത് ഉപകാരപ്രദമാവും. പിന്നീട് പഴയ കാലത്തുള്ള എഴുത്തുകളൊക്കെ നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് മനസ്സുണ്ടായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റില്ല. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് പറയാം, എ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ആൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കി വെച്ചിട്ടുള്ളതാണ്. വൗവൽ സൗണ്ട് ആണെങ്കിൽ ആൻ വരും. വൗവൽസ് അക്ഷരമല്ല കേട്ടോ, വൗവൽ സൗണ്ട് ആണ്. വൗവൽ സൗണ്ട്സ് ആണെങ്കിൽ ആൻ വരും. അതല്ലാതെ ഉള്ളതാണെങ്കിൽ എ വരും. ഇതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ എ ഉണ്ട്, ആൻ ഉണ്ട്. ഒരു എന്നർത്ഥം വരുന്നു, ഒരു. അപ്പൊ ആ ഒരു എന്നർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് എയും ആനും ഉപയോഗിക്കുന്നത്. ഒരു നമുക്ക് പറയാല്ലേ, ഹി പ്ലാന്റഡ് എ ട്രീ. അവൻ ഒരു മരം നട്ടു. ഹി പ്ലാന്റഡ് എ ട്രീ. അവിടെ നമുക്ക് ഇതേ വാചകം തന്നെ ദി എന്ന് പറയുന്നത് വെച്ച് പറയാം. അപ്പോ അങ്ങനെ പറയുമ്പോൾ ഈ സെന്റൻസ് ഒന്ന് മാറ്റി എഴുതും. എങ്ങനെ എഴുതിട്ട് വരും? ഞാൻ ഒന്നുകൂടി പറയാം. ഈ പ്ലാന്റഡ് എ ട്രീ, അവനൊരു മരം നട്ടു. ഈ പ്ലാന്റഡ് എ ട്രീ. എൻ്റെ അവിടെ എ ആണ് ഉപയോഗിച്ചത്, ആർട്ടിക്കിൾ ആയിട്ട് ഉപയോഗിച്ചത് എ ആണ്.
അല്ലെങ്കിൽ അത് നമുക്ക് ദീ വെച്ച് പറയാം. അപ്പൊ സെന്റൻസ് ഒന്നും മാറും. എന്ത് പറയും? That tree he planted is teak. അവൻ നട്ട മരം അത് തേക്കാണ് കേട്ടാ. അത് എടുത്തു പറയണത് തേക്ക് എന്ന് മനസ്സിലായി. അപ്പൊ അവിടെ സെന്റൻസ് മാറി വരും. The tree he planted is teak. അവൻ നട്ടത് എന്താണ്? തേക്കാണ്. ഇനി നമുക്ക് പറയാം വേറൊരു കോമൺ ആയിട്ട് രമേശ് ഈസ് എ ബോയ്. അപ്പം ഈ ദീ വരുന്നതില് ഫുള്ളും ഫസ്റ്റ് സെന്റൻസിന്റെ ഫസ്റ്റ് മാത്രമേ ദീ വരത്തുള്ളൂ. അതാ സെന്റൻസ് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ. ദിസ് ഈസ് ദ ബോയ് ഹു ഗോട്ട് ഫസ്റ്റ് റാങ്ക്. അപ്പൊ അവിടെ ദീ ആദ്യമല്ല വന്നത്, ആ ബോയിനെ വിശേഷിപ്പിച്ചാണ് പറഞ്ഞേക്കുന്നത് കേട്ടാ. അവിടെയാണ് ആ സംഗതി വരുന്നത്. യെസ്, ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു, ഇവിടെ നമ്മൾ ദ ട്രീ എന്ന് പറയാൻ കാരണം നട്ട നൗണിനെ അവിടെയാണ് പറഞ്ഞേക്കുന്നത്, ആദ്യം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ആദ്യം പറയുന്നത്. യെസ്, ഞാൻ അടുത്ത എക്സാമ്പിൾ പറയുമ്പോൾ അത് മനസ്സിലാവും. രമേശ് ഈസ് എ ബോയ്. നമുക്ക് പറയാം രമേശ് എന്താണ്? ഒരു ആൺകുട്ടിയാണ്. അപ്പൊ നോക്കിയാൽ രമേശ് ഈസ് ഒരു രമേശ് ഈസ് എ ബോയ്, ഒരു ആൺകുട്ടിയാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ദീ വരുന്ന രീതിയിൽ പറയാം. എങ്ങനെ പറയാം? രമേശ് ഈസ് ദ ബോയ്. രമേശ് ആണ് ആ ആൺകുട്ടി. ഏത് ആൺകുട്ടി? ഹു ഗോട്ട് ഫസ്റ്റ് റാങ്ക് ഇൻ SSLC L4 ഇൻ നീറ്റ് എക്സാമിനേഷൻ. നീറ്റ് എക്സാമിനേഷനിലെ ഫസ്റ്റ് റാങ്ക് കൂട്ടിയ കുട്ടി ആൺകുട്ടി രമേശാണ്. അപ്പൊ വ്യത്യാസം വന്നു. രമേശ് ഈസ് ദ ബോയ്. ആ കുട്ടിയാണ് ബോയാണ് രമേശ്. ഏത് ബോയ്? ഹു ഗോട്ട് ഫസ്റ്റ് റാങ്ക്. അത് കോമൺ ആയിട്ട് നമ്മൾ പറയുമ്പോൾ രമേശ് ഈസ് എ ബോയ് എന്ന് പറഞ്ഞാൽ മതി. യെസ്. ഇനി നമുക്ക് വേണമെങ്കിൽ പറയാം എന്റെ അച്ഛൻ ഒരു ഫ്ലാറ്റ് വാങ്ങി. മൈ ഫാദർ ബോട്ട്. മൈ എന്ന് പറയുന്ന പാസൻസ് ആണ് ബോട്ട്. മൈ ഫാദർ ബോട്ട് എ ഫ്ലാറ്റ്. എന്റെ അച്ഛൻ എന്ത് വാങ്ങി? ഒരു ഫ്ലാറ്റ് വാങ്ങി. അപ്പൊ എ ഫ്ലാറ്റ്, ഒരു ഫ്ലാറ്റ് വാങ്ങി. അത് തന്നെ നമുക്ക് വേറെ രീതിയിൽ പറയാം. ആൻസി എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ വാങ്ങിയ ഫ്ലാറ്റ് വളരെ എക്സ്പെൻസീവ് ആണ്. നമ്മള് അത് എടുത്തു പറയുന്നു. എന്റെ അച്ഛൻ ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്, അത് വളരെ എക്സ്പെൻസീവ് ആണ് എന്ന് പറഞ്ഞു. My father bought it, which was very expensive. ഓ, അപ്പൊ അവിടെ എവിടെയാണ് ദീ ചേർത്തത്? ഫ്ലാറ്റിന് മുന്നിൽ. അങ്ങനെ തുടങ്ങുക. The flat my father bought was very expensive. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അവിടെ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്, ഒരു റിലേറ്റീവ് പ്രോനൗൺ വിട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ചേർത്താൽ മതി. The flat which my father bought is very expensive. എന്റെ അച്ഛൻ വാങ്ങിയതായ ആ ഫ്ലാറ്റ്. The flat, ആ ഫ്ലാറ്റ്, എല്ലാ ഫ്ലാറ്റും അല്ല. Which my father bought, എന്റെ അച്ഛൻ വാങ്ങിയതായ ഫ്ലാറ്റ് is very expensive. Is very expensive. യെസ്. അപ്പോ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എയും ആനെ കുറിച്ച് പറഞ്ഞു. അത് രണ്ടും ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞു. അത് രണ്ടും ഉപയോഗിക്കുന്നത് ഒരു എന്ന് പറയുന്ന ഒരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സ്ഥലത്താണ് ഉപയോഗിക്കുന്നത്, നമ്മൾ മനസ്സിലായി. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി. ആ ജോലിയുടെ പേരിന്റെ മുന്നിൽ എന്ത് പറയും? എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കും. ഇപ്പോ ശ്രീലക്ഷ്മി പഠിച്ചു, ഒരു അംഗൻവാടി അധ്യാപികയായി. ശ്രീലക്ഷ്മി നടന്നു പോകുമ്പോ അപ്പുറത്തേക്കുന്ന വീട്ടുകാരെന്ത് പറയും? ഷീ ഈസ് എ ടീച്ചർ. കേട്ടാ, ഷീ ഈസ് എ ടീച്ചർ. അപ്പൊ അവിടെ എ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ വന്നേക്കണുണ്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ പ്രിപ്പോസിഷൻ ഉണ്ട്, ആർട്ടിക്കിൾ വന്നേക്കണുണ്ട്. ഷീ ഈസ് എ ടീച്ചർ. അപ്പൊ ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു പ്രൊഫഷനാണ്. ആ പ്രൊഫഷന്റെ പേരിന്റെ മുന്നിൽ എന്ത് വരെയാണ്? ആ പ്രൊഫഷന്റെ പേരിന്റെ മുന്നിൽ എ വരും, അല്ലെങ്കിൽ ആൻ വരും. ഈ ടീച്ചർ എന്നുള്ളതിന് പകരം ശ്രീലക്ഷ്മിയുടെ മകൻ ഒരു എഞ്ചിനീയറായി. ആ മകൻ നടന്നു പോകുമ്പോഴാണ് കാണണമെങ്കിൽ എന്ത് പറയും? ഈ ഈസ് ആൻ എഞ്ചിനീയർ. എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഈ തുടങ്ങിയാണ്, വൊവൽസ് ആണ്. അതുകൊണ്ട് അവിടെ ആൻ വരാൻ കാരണം. അപ്പൊ നമുക്ക് പറയാം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ നെയിം ഓഫ് എ പ്രൊഫഷൻ, ഒരു ജോലിയുടെ പേരിന്റെ മുന്നിൽ ദ ടീച്ചർ, ദ എഞ്ചിനീയർ, ദ പ്രൊഫസർ. കേട്ടോ, അങ്ങനെ ആ ജോലിയുടെ പേരുകളുടെ മുന്നിൽ എന്ത് വരുന്നു?
ദി എന്ന് പറയുന്ന സോറി എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുന്നു, അല്ലെങ്കിൽ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വരുന്നു. ഓക്കെ, ഇനി അക്സ കെ ജോയ്. അക്സ, പറഞ്ഞോ സാർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? ലിറ്റിൽ ചെറുത്. ചെറുത്. വേറെ അർത്ഥം എന്താണ്? കുറച്ചെന്നുള്ളൊരർത്ഥം. കുറച്ചെന്നർത്ഥം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താർത്ഥം? ഫ്യൂ കുറച്ച്. കുറച്ച് അല്ലേ? അപ്പൊ ഈ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെന്ന് അർത്ഥമുണ്ട്, ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചെന്ന് അർത്ഥമുണ്ട്. ഇത് ഉപയോഗിക്കേണ്ടത് എവിടെയാണെന്ന് അറിയാമോ? ഇല്ല, അറിയത്തില്ല. തുമ്പിൽ ജലദോഷം. യെസ്, ഓക്കെ. അപ്പൊ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. അവിടെ നമുക്ക് അങ്ങോട്ട് വരട്ടെ, അങ്ങോട്ട് നമുക്ക് വരാം. ഓക്കെ. ആൻസി, ഓക്കെ രമ്യ. അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക, എണ്ണാൻ പറ്റുന്ന സംഗതികളാണെങ്കിൽ ഫ്യൂ എന്ന് പറയും. എണ്ണാൻ പറ്റാത്ത സാധനങ്ങൾ കുറച്ചുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാ, അവിടെ ലിറ്റിൽ ഉപയോഗിക്കും. ഇപ്പൊ ലിറ്റിൽ വാട്ടർ, അത് കറക്റ്റാണ്, കാരണം വെള്ളം നമുക്ക് എണ്ണാൻ പറ്റില്ല. നേരെ മറ്റേ ഫ്യൂ വാട്ടർ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ കൗണ്ടബിൾ ആണ് കുറച്ച് എന്നർത്ഥം വരാൻ വേണ്ടിയിട്ട് ഫ്യൂ ഉപയോഗിക്കുക. അൺകൗണ്ടബിൾ ആണ് കുറച്ച് എന്നർത്ഥം വരാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുക, ലിറ്റിൽ ഉപയോഗിക്കുക. അത് പറഞ്ഞത് ലിറ്റിൽ വാട്ടർ, ഫ്യൂ ഫ്രണ്ട്സ്. ഫ്യൂ ഫ്രണ്ട്സ്, ഫ്യൂ ഫ്രണ്ട്സ് നമുക്ക് എണ്ണാൻ പറ്റുമല്ലോ അല്ലെ? ഫ്യൂ ബുക്സ്. യെസ്, അതൊന്ന് ഓർത്തിരുന്നാണ്. ഓക്കെ, ഇനിയിപ്പോ ഇതിനോട് ബന്ധപ്പെടാത്തതാണ്, എന്തായാലും ഞാൻ വെറുതെ ചോദിക്കുകയാണ്. ഇൻവെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക, ഡിസ്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക. ഇത് തമ്മിൽ ഉപയോഗിക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ പറയും ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. ക്രിസ്റ്റഫർ കൊളംബസ് ഇൻവെന്റഡ് അമേരിക്ക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഇൻവെന്റഡ് പെൻസിലിൻ. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഡിസ്കവേർഡ് പെൻസിലിൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. രണ്ടിന്റെയും അർത്ഥം കണ്ടുപിടിക്കാൻ തന്നെയാണ്. അതോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു സാധനത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡിസ്കവർ എന്നുള്ള വാക്കുണ്ട്. ഈ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുമ്പോൾ അമേരിക്ക അവിടെ ഉണ്ട്, ഉള്ള ഒരു സാധനത്തിനല്ല കണ്ടുപിടിച്ചത്. അപ്പൊ അവിടെ എന്ത് പറയണം, ക്രിസ്റ്റഫർ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. കറക്റ്റ് ആൻസർ. ഇനി അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരാൾ പെൻസിലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിനു മുമ്പ് ഈ പെൻസിലിൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഇല്ല, പുതിയതായിട്ടൊരു സംഗതിയാണ് പുള്ളി കണ്ടുപിടിച്ചത്. അപ്പൊ എന്ത് പറയണം, ഹി ഇൻവെന്റഡ് പെൻസിലിൻ. അതാണ് ഇൻവെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നതാണ്, ഡിസ്കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കുക എന്നതാണ്. ഡിസ്കവർ എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നൊരു സാധനത്തെ കണ്ടുപിടിക്കണം, ഇൻവെന്റ് എന്ന് പറയുമ്പോൾ മുൻപില്ലാതിരുന്നൊരു സാധനത്തെ കണ്ടുപിടിക്കണം. അതവിടെ നിൽക്കട്ടെ, ഞാൻ സന്ദർഭോചിതമായിട്ട് അതിനെ പോയപ്പോ ഒന്ന് പറഞ്ഞു പോയത്. യെസ്, പിന്നെ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽ എന്ന് പറഞ്ഞ വാക്കും ഫ്യൂ എന്ന് പറയുന്നത്. അത് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇത് നോക്കാം. ഈ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ലാഹൻ കെട്ടി, ഞാനൊരു വാചകം പറയാം. there is little water in the basin. there is little water in the basin എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ അർത്ഥം? ഇതിന്റെ ആ ബേസിൽ കുറച്ച് വെള്ളമുണ്ട്. അത് ലാഹൻ എന്ന് പറയുന്ന മനുഷ്യൻ വളരെ നിഷ്കളങ്കനായതുകൊണ്ടും മനസ്സിൽ കളങ്കമില്ലാത്തതുകൊണ്ടും സ്വതസിദ്ധമായ രീതിയിൽ ചിന്തിച്ചാൽ പറഞ്ഞതാണ്. പക്ഷെ അത് തെറ്റാണ്. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവാണ്, ഓൾമോസ്റ്റ് നത്തിങ്. ആ ബേസിനിൽ കുറച്ച് വെള്ളമുണ്ടെങ്കിൽ there is a little water, അങ്ങനെ പറയാം. എ ലിറ്റിൽ ആണെങ്കിലാണ് കുറച്ചത് അർത്ഥം വരുള്ളൂ. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓൾമോസ്റ്റ് നെഗറ്റീവ്, ഇല്ല എന്നാണ്. യെസ്. ഇനി അഞ്ജുമോൾ. അഞ്ജുമോൾ. Yes, sir. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ്. ഐ ഹാവ് ഫ്യൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? I have few. എനിക്ക് കൂട്ടുകാരുണ്ട്. കുറച്ച് കൂട്ടുകാർ. കുറച്ച് കൂട്ടുകാരുണ്ട്. നേരത്തെ ലാഹനെ കുറിച്ച് പറഞ്ഞ അതേ വിശേഷം തന്നെ ഞാൻ അഞ്ജുവിന് കൊടുക്കുകയാണ്. നിഷ്കളങ്കതയായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയി. ഫ്യൂ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, ഓൾമോസ്റ്റ് നോട്ട് എന്നാണ്, ഇല്ല എന്നാണ്. നേരെ മറിച്ച് കൂട്ടുകാരുണ്ടെങ്കിൽ ഇത് പറയും ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. അതാണ് കറക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എ എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾപ്പെട്ട സംഗതിയാണ്. കുറച്ച് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ലിറ്റിലിന്റെ കൂടെയും അതിനോടൊപ്പം തന്നെ ഫ്യൂവിന്റെ കൂടെയും എ വരും. അപ്പൊ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് നത്തിങ് എന്നാണ് അർത്ഥം. നേരെ മറിച്ച് അതിന്റെ കൂടെ എ ലിറ്റിൽ അല്ലെങ്കിൽ എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവായി, കുറച്ച് എന്നർത്ഥം വരും, സം എന്നർത്ഥം വരും. അപ്പൊ നമ്മൾ നേരത്തെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് നമുക്ക് നോക്കാം. എന്നാലും ഞാൻ പറയാം, നമുക്കറിയാം ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്ന സംഗതി നമ്മൾ പറയും തന്നിരിക്കുന്ന വാചകം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ്, തന്നിരിക്കുന്ന വാചകം നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് പഠിക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം, ഇതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു വാചകം നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അകത്ത് നോട്ട്, നെവർ ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാകും. ഇങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് നെഗറ്റീവ് ആണ് നമുക്ക് പറയാം. അതിന്റെ അകത്ത് ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിലും അത് നെഗറ്റീവ് ആണ്. കാരണം ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നത്തിങ് എന്നാണ്, ഇല്ല എന്നർത്ഥമാണ്. നേരെ മറിച്ച് എ ലിറ്റിൽ എന്നാണെങ്കിൽ അത് പോസിറ്റീവാണ് വാചകം. അപ്പൊ നമുക്ക് 2 മാർക്ക് അവിടെ കളയണ്ട. അപ്പൊ ലിറ്റിൽ കാണുമ്പോൾ നിങ്ങൾ ടാഗിന്റെ അകത്ത് കാണുമ്പോൾ നിങ്ങൾ നോക്കണം ഇത് എ ലിറ്റിലാണ് അല്ലെങ്കിൽ വെറും ലിറ്റിലാണ്. വെറും ലിറ്റിലാണെങ്കിൽ എന്താണ് അത് നെഗറ്റീവ്, ആ സെന്റൻസ് നെഗറ്റീവ് ആണ്, അതിന്റെ ടാഗ് പോസിറ്റീവ് ആക്കിയത്. എ ലിറ്റിലാണെങ്കിലോ ആ സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ് ആക്കി. യെസ്. അതുപോലെ തന്നെ ഫ്യൂ എന്നാണെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവ് ആണ്, സെന്റൻസ് ടാഗ് പോസിറ്റീവ് ആക്കിയത്. നേരെ മറിച്ച് എ ഫ്യൂ എന്നാണെങ്കിലോ ആ സെന്റൻസ് പോസിറ്റീവ് ആണ്, ടാഗ് നെഗറ്റീവ്. ക്വസ്റ്റ്യൻ ടാഗ് എടുക്കുമ്പോൾ നമുക്ക് പറയാം. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽപ്പെട്ട എ എന്ന് പറയുന്ന സംഗതി ലിറ്റിലിന്റെ കൂടെയും ഫ്യൂവിന്റെ കൂടെയും വരുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? കുറച്ച് എന്നുള്ള അർത്ഥത്തിലേക്ക് അത് മാറുന്നു. യെസ്. ഓക്കെ ഓക്കെ. ഇനി അഞ്ജു കെ വി. അഞ്ജു കെ വി. ഓക്കെ. അഞ്ജു കെ വി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി. അഞ്ജു കെ വി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴെ നോക്കിയാണ് വിചാരിക്കുന്നത്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ടില്ലേ? പോയിട്ടുണ്ട്. ഓക്കെ. അഞ്ജുന്റെ വീട് എവിടെയാ? ചേരാനല്ലൂര്. ഇവിടെ അടുത്താണ്. യെസ്. ഓക്കെ. അപ്പൊ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴെ, അതിരപ്പള്ളി കുത്തിന്റെ താഴെ നോക്കിയാണ്. അവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ മനോഹരമായ വെള്ളച്ചാട്ടം കണ്ട് അഞ്ജു പറയുന്നു എന്തൊരു മനോഹരമായ വെള്ളച്ചാട്ടം. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. എന്ത് മനോഹരമായ വെള്ളച്ചാട്ടം എന്നാണ് ഇംഗ്ലീഷിൽ പറയണ്ടേ? എന്തൊരു അല്ല അവന്റെ ആ സാധനം കയറി എന്തൊരു ആ ഒരു കയറിയവല്ല. യെസ്. അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചത് എന്തൊരു മനോഹരമായ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് വാട്ടർഫാൾസ്. പിന്നെന്താണ് എന്തെന്നുള്ളതിന് വാട്ട് ഈ കുറി ഞാൻ എന്തായിട്ട് പറയണേ? ഓക്കെ ഓക്കെ. രമ്യ ചെറിയൊരു പ്രശ്നമുണ്ട്, ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൂടി ഇടണം. വാട്ട് എ വണ്ടർഫുൾ വാട്ടർഫാൾ. ഓക്കെ. അത് കഴിഞ്ഞൊരു വരയും ഒരു കുത്തും, ഒരു എക്സ്ക്ലമേറ്ററി സെന്റൻസ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ വരും, അവിടെ ഒരുപക്ഷെ എ വരും അല്ലെങ്കിൽ ഒരുപക്ഷെ ആൻ വരും. അത് വാട്ടർഫാൾസ് ആയതുകൊണ്ടാണ് എ വന്നത്. വവ്വൽസിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു സംഗതിയാണെങ്കിൽ അവിടെ ആന വരുള്ളൂ. അപ്പൊ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ കൂടെ എന്തൊരു വാട്ട് എ വണ്ടർഫുൾ വാട്ടർഫാൾസ്. ഇപ്പോ അഞ്ജുവിനെ തന്നെ കണ്ടിട്ട് വേറെ ഒരു ആള് പറയുന്നു എന്തൊരു സുന്ദരിയായ പെൺകുട്ടി എന്ന് പറയും.
അഞ്ചിനെ നോക്കിയിട്ട് വാട്ട് എ wonderful girl. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഇത് അഞ്ചു വാട്ട് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്നുള്ളതിന് പകരം വാട്ട് എ ഹാൻസം ഗേൾ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇല്ല സർ. കുഴപ്പമില്ല അല്ലേ? ആ എന്നാ കുഴപ്പമുണ്ട്. യെസ്, അതെന്താന്ന് വെച്ചേ ഏതായാലും ഓക്കെ ഓക്കെ. ആൺകുട്ടികൾ സുന്ദരന്മാരാണെങ്കിൽ ഹാൻസം എന്ന് പറയാം. പെൺകുട്ടികൾ സുന്ദരിമാരാണെങ്കിൽ ഹാൻസം പറയരുത്, മറിച്ച് എന്ത് പറയണം? ബ്യൂട്ടിഫുൾ പറയണം. യെസ്. അപ്പൊ ഒരാളെ കണ്ടപ്പോ അത് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ്, വാട്ട് ആൻ ഇന്റലിജന്റ് ഗേൾ. ഓക്കെ ആൻസി കണ്ട, എന്തൊരു ബുദ്ധിമതിയായ കുട്ടി. യെസ്. അപ്പൊ ഇനി അഞ്ചൊരിക്കലും മറക്കില്ല. അപ്പൊ നമുക്ക് ആരെങ്കിലും പറയാം, പ്രിറ്റി പറയാം. ഓക്കെ ഓക്കെ. ആൺകുട്ടികളാണെങ്കിൽ ബ്യൂട്ടിഫുൾ ബോയ് എന്ന് പറയുന്നത് ഹാൻസം ബോയ്. യെസ്. ഇതിനു മുമ്പൊക്കെ നമ്മൾ തോന്നിയ പോലെ തോന്നിയതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് പോട്ടെ, അത് അറിവില്ലാത്ത കാലഘട്ടത്തിൽ നമ്മളത് ചെയ്തു. ഇനി നിങ്ങൾ ആരാണ്? കുട്ടികളെ പഠിപ്പിക്കേണ്ട ടീച്ചറാണ് വേണ്ടത്. അപ്പോ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇനി നമ്മൾ പരീക്ഷയിൽ ജയിക്കാൻ വേണ്ടിയിട്ടല്ല, ഇനി നമ്മൾ കുറെ കാര്യങ്ങൾ അറിവിന് വേണ്ടി പഠിക്കണം. അത് നമ്മൾ പരീക്ഷ ജയിച്ച് ഇത് പോരാൻ വേണ്ടി പഠിച്ചത്. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. അപ്പൊ ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഇനി 5 മറക്കില്ല. ആൺകുട്ടികളെ കാണുമ്പോൾ വെറുതെങ്കിലും നല്ല സുന്ദരന്മാരായ കുട്ടികളെ ഹാൻസം ബോയ് പറയാം. അപ്പൊ ആ വാക്ക് നമ്മൾ പഠിച്ചു. അത് അദ്ദേഹത്തിന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ആ വാക്കൊന്ന് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞു. ആർട്ടിക്കിളിലെ 2 ടൈപ്പുള്ള ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞു. ഡെഫിനറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് പറഞ്ഞു, ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കടന്നു വരികയായിരുന്നു. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു കോൺകോഡിനെ കുറിച്ച് നമുക്ക് പറയാം. യെസ്, ആരാണ് സൈൻ ഓഫ് ചെയ്യുന്നത്? Sir, ഞാനാണ്. യെസ്, carry on. Good afternoon, sir. Myself, afternoon. Fatima Vanais. I am here Yes. to present sign off. Good afternoon, sir, and my dear friends. Sir, as we come to the end of today's class, I would like to thank you for your guidance and support. Your class really helped me and my friends. I would like to summarize what we learned today. Today we discussed about articles. Articles can be grouped into 2, definite article and indefinite article. Definite article includes the, and indefinite article includes a and an. Sir clearly explained the uses of article the and the uses of article a and an. Sir, your explanation and examples are really helped us. Once again, thank you, sir, for your great section, and thank you, my dear friends, for your active participation. Have a great day, everyone. Thank you. Oh, very good, very good. Good English. Analysis, very good, very good. Okay. Thank you, sir. We will meet. Thank you, sir. Okay, bye. Thank you sir. Thank you, sir. Okay. Thank you sir. Okay. Thank you sir. Okay. Thank you, sir. Okay. Yes, sir.